കോളേജിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുമ്പോൾ അതിന് പിന്നിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോട്ട് പോകാം. വെൽക്കം യൂട്യൂബ്, ഐ ആം അതുൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും പേര് അടങ്ങുന്ന ഒരു ടീമായിരുന്നു NSS യൂണിറ്റ് കഴിഞ്ഞ ദിവസം ബ്ലഡ് ഡൊണേഷൻ നടത്തിയപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാൻ നേരത്തെ വരെ കിട്ടി. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്ര പേര് ബ്ലഡ് കൊടുക്കുമെന്നൊരു ഏകദേശം നിശ്ചയം നോക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ ബ്ലഡ് ബാങ്കിനെ അറിയിക്കുമ്പോൾ അവർ എത്ര യൂണിറ്റ് പറഞ്ഞാൽ അവർ തീരുമാനിക്കും. ഇതുപോലെ തന്നെ 2 ബ്ലഡ് ബാങ്ക് നമുക്കിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനം, നമ്മൾ കോളേജിൽ എന്ത് പരിപാടി നടത്തുന്നതിനും പെർമിഷൻ വേണം. ഈ ഹാളിലാണ് ബ്ലഡ് ഡൊണേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഡെസ്കെല്ലാം നമ്മൾ അടുക്കി ഒരു സൈഡ് മാറ്റണം. അതുപോലെ തന്നെ 4 മണിക്കുള്ളിൽ തിരിച്ചിടുകയും വേണം ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം പെറുക്കി ഒരിടത്ത് അടുക്കി മാറ്റി എന്നിട്ട് അവിടെ ക്ലീനിങ് പരിപാടി തുടങ്ങി. സത്യം പറഞ്ഞാൽ ഈ ഹാള് കിട്ടാൻ സാധ്യതയില്ലായിരുന്നു, തരത്തില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഇത് എക്സാം ഹാളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് എങ്ങനെ കിടക്കുന്നു അതുപോലെ തന്നെ തിരിച്ച് ഇട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കറക്റ്റ് പ്രിൻസിപ്പൾ എഴുതി തന്നു. 4 മണിക്കുള്ളിൽ തിരിച്ചിടണം എന്ന് എഴുതി തന്നിട്ടാണ് നമുക്കിത് അലോട്ട് ചെയ്ത് തന്നത്. അതുപോലെ തന്നെ കോളേജിന്റെ വെയിറ്റിംഗ് റൂം, 2 വെയിറ്റിംഗ് റൂമിൽ നിന്നുള്ള ടേബിളുകളിലെല്ലാം നമ്മൾ എടുത്തിട്ട്, അതുപോലെ തന്നെ അവിടെ കിടന്ന കട്ടിലും നമ്മൾ എടുത്തു. ഈ കട്ടിൽ എന്തിനാന്ന് വെച്ചാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ളത് കട്ടിലും. ഈ ടേബിൾ അടുക്കിയിട്ട് നമ്മൾ ബെഡ് പോലെ ഉണ്ടാക്കുന്നത് നമുക്ക് ബ്ലഡ് ഡോണേഴ്സിന് കിടക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ രാത്രിയായി, ഏകദേശം നമ്മൾ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഈ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കെട്ടി, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ കസേരകൾ, വെയിറ്റ് ചെയ്യാനുള്ള കസേരകളൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള കൗണ്ടർ സെറ്റാക്കി, റിഫ്രഷ്മെന്റിനുള്ള കൗണ്ടർ സെറ്റാക്കി. ഇത് നമ്മുടെ ഇതിന് ഇപ്പുറത്തുള്ള ക്ലാസ് റൂമാണ്, അവിടെയാണ് ഇനാഗുറേഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ഏകദേശം ഒരു അറേഞ്ച്മെന്റ് ഏകദേശം ഒരു 9:30 ആകുമ്പോഴത്തേക്കിന് സെറ്റായി കഴിഞ്ഞിരുന്നു. എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ നാളെയാണ്. അതിനു മുമ്പ് റിഫ്രഷ്മെന്റ് എന്തൊക്കെ കൊടുക്കുന്നതെന്നുള്ള പ്ലാൻ ചെയ്തിട്ട് ക്യാൻറ്റീനിൽ നേരത്തെ കാര്യം പറഞ്ഞ് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തവർക്ക് ഉള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിട്ട് നേരത്തെ ഓർഡർ ചെയ്ത് മേടിക്കാൻ കുറച്ച് പേരെ സെറ്റാക്കണം. ഇത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു ഓർഡറിൽ പോയാൽ, പ്ലാൻ ചെയ്ത് പോയാലേ സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂ. നല്ല ഒരു വലിയ ടീം ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരത്തെ എത്തിയിരുന്നു. പിന്നെ വെയിറ്റിംഗ് റൂമിൽ മിച്ചം ഉണ്ടായിരുന്ന കട്ടിലുകൾ നമ്മൾ എടുത്തു. അപ്പം ഈ കട്ടിലുകൾ, ടേബിളുകളൊക്കെ എടുക്കുന്നതിന് സർജന്റിന് പ്രത്യേകം നമ്മൾ പെർമിഷൻ ലെറ്റർ കൊടുക്കുന്നുണ്ട്. അത് ഒരു പെർമിഷൻ ലെറ്റർ നമ്മൾ പല കോപ്പി എടുത്ത് പല ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കാനുണ്ട്. ആദ്യത്തെ ബ്ലഡ് ബാങ്ക് വന്നു, സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ ഹാളിൽ കൊണ്ടെത്തിച്ചു. അതുപോലെ തന്നെ 2ാമത്തെ ബ്ലഡ് ബാങ്കിൽ വന്നു, നമ്മളെല്ലാം സെറ്റ് ചെയ്തു. ബ്ലഡ് ഡൊണേഷൻ തുടങ്ങി. മെഡിക്കൽ സ്റ്റാഫിനുള്ള ചായ കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാൻറ്റീനിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഇടയ്ക്ക് വന്ന് എടുത്ത് അവർക്ക് കൊടുത്തു. പിന്നെ ഏകദേശം 83 ഡൊണേഷൻ ഈ പ്രാവശ്യത്തെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ നടന്നു. ഇത് രജിസ്ട്രേഷൻ കൗണ്ടറാണ്. അതുപോലെ തന്നെ ഏകദേശം വലിയ തിരക്കോ ക്രൗഡുകളോ ഒന്നും ഇല്ലാതെ ഏകദേശം നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം നല്ലപോലെ സഹകരിച്ചു. ബ്ലഡ് ഡൊണേഷൻ നടത്തുന്ന കാര്യം ക്ലാസ്സുകളിൽ കയറി പറയാൻ അനുമതി ലഭിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഓൺലൈൻ പോസ്റ്റർ വഴിയും പിന്നെ ഗൂഗിൾ ഫോം ലിങ്ക് വഴിയും ഇന്റർവൽ ടൈമിൽ ക്ലാസ്സുകളിൽ കയറി പറഞ്ഞാണ് ഇവരെ അറിയിച്ചത്. 83 ബ്ലഡ് ഡൊണേഷൻ നമ്മുടെ കോളേജിൽ നടന്നു. 150ഓളം പേര് ഇതിൽ പങ്കെടുത്തു. കുറച്ചധികം പേരുടെ റിജക്റ്റ് ആയിപ്പോയി. അങ്ങനെ രാവിലെ 9 മണിക്ക് തുടങ്ങിയ നമ്മുടെ ക്യാമ്പ് ഏകദേശം 1:30 ആയപ്പോഴത്തേക്കിന് കഴിഞ്ഞു. മെഡിക്കൽ അപ്പാരറ്റസ് എല്ലാം നമ്മൾ തിരിച്ച് വാഹനങ്ങളിൽ കയറ്റി. CS ഹാളിൽ പഴയ പോലെ തന്നെ ഡെസ്കുകൾ, ടേബിളുകൾ എല്ലാം നമ്മൾ തിരിച്ചിട്ടു. ഒരു വലിയ ടീം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നതിലും അധികം ആൾക്കാർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് ബ്ലഡ് ബാങ്കും അതുപോലെ തന്നെ വള്ളുവനാട് ബ്ലഡ് ബാങ്കുമാണ് നമുക്ക് വേണ്ടി സഹകരിച്ചത്. അവരോട് ഒരുപാട് നന്ദി. എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ അധ്യാപകര്, അനധ്യാപകര് അവരുടെ വിലപ്പെട്ട സമയം മാറ്റി വെച്ച് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് വന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ ഇനിയും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. രുദ്രസേന ടീമിന്റെ ഒരംഗമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. താങ്ക് യു.